നമസ്കാരം. അനന്തൻ കഴിഞ്ഞേ ഉള്ളൂ തക്ഷകൻ, പിന്നെ വാസുകി, എട്ടടി മൂർഖൻ, രാജവെമ്പാല, ചേര, നീർക്കോലി എന്നിവ തൊട്ടുപിറകിലേ വരൂ. അതിനും എത്രയോ താഴെയാണ് വെറ്റിലപ്പാമ്പും അടയ്ക്കാപ്പാമ്പും പുകയിലപ്പാമ്പും. ഈ അനന്തൻ്റെയും തക്ഷകൻ്റെയും എട്ടടി മൂർഖൻ്റെയും ഒഴിവിലേക്ക് നാളെ കയറി വരേണ്ടത് ചേരയും നീർക്കോലിയും ചെവിപ്പാമ്പുമാണ്. ഇതറിയുമ്പോഴാണ് നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നത്. CPM-ൻ്റെ തലപ്പത്ത് മുതൽ SFI വരെയുള്ളതിനെ ഈ ഒരു പാമ്പ് ശ്രേണിയിൽ ഉൾപ്പെടുത്തിയാൽ അറിയാം വരാൻ പോകുന്ന നാളത്തെ രാഷ്ട്രീയത്തിൻ്റെ ദുരവസ്ഥ. തക്ഷകൻ്റെ വീര്യവും അനന്തൻ്റെ ക്ഷാത്ര തേജസ്സും വാസുകിയുടെ വീര്യവും വെമ്പാലയുടെ ധൈര്യവും ഒത്തിണങ്ങിയ നീർക്കോലികളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് നീർക്കോലി കഴിച്ചാൽ അത്താഴപ്പട്ടിണിയാണ് ഔഷധമെന്നാണ്. നീർക്കോലി, ചേര എന്നിവയൊക്കെ കടിക്കുക എന്നാണ് പറയുക. തക്ഷകൻ തീണ്ടുകയാണ്, വാസുകി ദംശിക്കുകയാണ്, രാജവെമ്പാല ചീറുകയും എട്ടടി മൂർഖൻ കൊത്തുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഇതാ നീർക്കോലികൾ വരെ ദംശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കണ്ട വീരവിപ്ലവങ്ങൾ കണ്ടാലറിയാം ഉദിച്ചുപോയി നാളത്തെ ആര്യയും വീണയും ദിവ്യയുമൊക്കെ എന്ന്. എതിർ സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാൻ അവൻ്റെ കയ്യിൽ നിന്നും ബാലറ്റും തട്ടിപ്പറിച്ചോടിയ ഒരു പെൺ നീർക്കോലി പോലീസിൻ്റെ പിടിയിൽ നിന്നും കുതറിക്കൊണ്ട് പറഞ്ഞത് കേട്ടായിരുന്നു. സാധനം കയ്യിലില്ല, എൻ്റെ കയ്യിൽ സാധനമില്ല. ഓട്ടത്തിനിടയിൽ അപഹരിച്ച സാധനം അതിനിഗൂഢമായി ഒളിപ്പിച്ച ആ പെൺകുട്ടി നാളത്തെ കേരളത്തിൻ്റെ കനലാണ്. SFIയുടെ കൊടിയിലെ ഉണക്ക നക്ഷത്രം മാറി മറ്റൊരു ചുവന്ന സാധനം ചേർത്ത് ട്രോളർമാർ അവരുടെ കൊടി പരിഷ്കരിച്ചിട്ടുണ്ട്. വനിതാ പോലീസിൻ്റെ ആലിംഗനത്തിൽ ഇക്കിളി കൊണ്ട് നിന്ന് കൊഞ്ചുന്ന ആ യുവ വിപ്ലവകാരത്തിയോട് ചാനലുകാർ ചോദിച്ചു, നിങ്ങൾ SFI ആണോ? യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ കുട്ടി പറഞ്ഞു, ഞാൻ SFI അല്ല. അത് 2 തവണ അവൾ ആവർത്തിച്ചു. നമ്മൾ കരുതി സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സോഷ്യലിസത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു പ്രസ്ഥാനമായ SFI ഈ പിറക്കാഴിക കാണിക്കില്ലെന്ന്. പക്ഷേ എതിരാളിയുടെ ബാലറ്റ് പേപ്പറും ID കാർഡും തട്ടിപ്പറിച്ചോടിയ ആ കുട്ടി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്നു. ആഹ്ലാദ പ്രകടനത്തിന് മുമ്പിലതാ വെള്ളക്കൊടിയും പിടിച്ച് സിംഹി നടന്നു പോകുന്നു. SFIക്കായി അവൾ മുദ്രാവാക്യം വിളിക്കുന്നു. സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ പേര് പറയാൻ മടിയുള്ളവൾ എങ്ങനെയാണ് ഈ കൊടിയും പിടിച്ച് പിന്നെ നടക്കുക? ഇത്ര നല്ല കള്ളത്തരങ്ങളും പിടിച്ചുപറിയും നടത്തി വിജയം നേടുന്ന കൊച്ചു സഖാക്കളുടെ കയ്യിൽ എത്ര സുന്ദരമായിരിക്കും നമ്മുടെ നാളത്തെ കേരളം. എന്തായാലും കണ്ണൂരിലെ പാർട്ടിയുടെ പാരമ്പര്യം ഈ ധീര സഖാവിൽ ഭദ്രമായിരിക്കും. ഈ പെൺകുട്ടി തട്ടിയെടുത്തോടിയ ബാലറ്റ് പേപ്പർ എവിടെയാണ് അപ്രത്യക്ഷമായത്? ആർക്കും ഒരു പിടിയുമില്ല. വായിലിട്ടോ എന്ന് നോക്കാൻ വനിതാ പോലീസ് ശ്രമിച്ചുവെങ്കിലും കുട്ടി അതിൻ്റെ പാൽപ്പല്ല് കൊണ്ട് പോലീസിനെ കടിച്ചു. നിയമപ്രകാരം ഒരാളുടെ വായ തുറന്നു നോക്കാൻ പോലീസിന് അവകാശമില്ല. എന്നാൽ ഇപ്പോൾ ട്രോളുകാർ പറയുന്നത് ആ തട്ടിയെടുത്ത ബാലറ്റ് കുട്ടി ഒരു രഹസ്യ കേന്ദ്രത്തിൽ എവിടെയോ ഒളിപ്പിച്ചതായിട്ടാണ്. ആ രഹസ്യ കേന്ദ്രത്തിൻ്റെ പടമാണ് ട്രോൾ നിറയെ. ഒന്ന് നോക്കൂ. കണ്ണൂരിൽ പോലും കൊച്ചു സഖാക്കൾക്ക് യൂണിവേഴ്സിറ്റി പിടിക്കണമെങ്കിൽ ബാലറ്റ് തട്ടിപ്പറിച്ച് ഓടേണ്ട അവസ്ഥയാണ്. എന്നിട്ടും ചരിത്രത്തിലാദ്യമായി KSU MSF സഖ്യം 2 സീറ്റുകൾ നേടി. വോട്ടെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ അടിയും തുടങ്ങുന്നതാണ് SFI എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ പരിപാടി. എല്ലാവരും ഓടുമ്പോൾ ഇവർ കള്ളവോട്ട് ചെയ്യും. എന്നിട്ട് ധീര സഖാക്കളെ എന്ന് വിളിച്ച് ഒരു ആഹ്ലാദ പ്രകടനമുണ്ട്. ഇവറ്റകൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ കണ്ട് AK ബാലനും ഗോവിന്ദനും ശ്രീമതിയുമൊക്കെ അഭിമാനം കൊള്ളും. രാജീവും രാജേഷും കണ്ടോ ഞങ്ങളുടെ കുട്ടികളുടെ വിപ്ലവമെന്ന് വീമ്പ് പറയും. പഴയ SFI പൂക്കാസ ആൻറ്റിമാരും ചില പ്രൊഫസർമാരും ജനാധിപത്യ മകളുകളും രോമാഞ്ചം കൊള്ളും. ശിവൻകുട്ടി മാമൻ അനുഗ്രഹിക്കും. ബിന്ദുവും വീണയും ഹർഷപുളകിതരാകും. മുതിർന്ന നേതാക്കളാൽ ഇത്രയധികം ഓമനിക്കപ്പെട്ട് വഷളായ ഒരു യുവജന സംഘടന വേറെ ഏതുണ്ട്? കളിച്ചു കളിച്ച് ഇവന്മാർ കാർന്നോരുടെ ശുഷ്കാന്തിയിൽ പിടിച്ച് ഞാലാൻ തുടങ്ങിയതോടെ പാർട്ടി അപകടം മണത്തു. SFI കുരിപ്പുകളെ നിയന്ത്രിക്കാൻ പാർട്ടി എല്ലാ ജില്ലകളിലും ഒരു മുഴുത്ത നേതാവിനെ മേൽനോട്ടമേൽപ്പിച്ചു. ഇനിയുള്ള കള്ളത്തരങ്ങളും പിടിച്ചുപറയും ശത്രു നിഗ്രഹങ്ങളുമെല്ലാം ആ മുറ്റിയ സഖാവിൻ്റെ കാർമ്മികത്വത്തിലായിരിക്കും ചെയ്യേണ്ടത്. വെറുതെ അഴിച്ചുവിട്ട് ചുടുചോറ് വാരിച്ചാൽ പോരാ, കഴുത്തിൽ തുടലിട്ടുകൊണ്ട് നടന്നാലേ ഇവന്മാർ വരുതിയിൽ നിൽക്കുമെന്ന് പാർട്ടിക്ക് മനസ്സിലായി. കണ്ണൂർ കുറേ നേതാക്കൾക്ക് വളരാൻ യുവരക്തം ആവശ്യമാണ്. സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ധൈര്യമില്ലാതെ ഞാൻ SFI അല്ല എന്ന് പറഞ്ഞ നെറുകേട് കാട്ടിയ ഒരുത്തി ജയിച്ചു കഴിഞ്ഞപ്പോഴതാ SFIയുടെ കൊടിയും പിടിച്ചു പോകുന്നു. കള്ളത്തരത്തിലും കൊലപാതകത്തിലും കടാര രാഷ്ട്രീയത്തിലും നേരം വെളുപ്പിക്കുന്ന ഒരു നാട്ടിൽ ഒരു വിദ്യാർത്ഥി ഈ വിധം പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിൽ അത്ഭുതമില്ല.
അവൾ നട്ടാൽ കുരുക്കാത്ത നുണ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ട് ഇപ്പോൾ സകലരെയും കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഞാൻ പറഞ്ഞത് SFI അല്ല എന്നല്ല, സാധനം കയ്യിലില്ല എന്നാണ്. സാധനവും SFIയും എന്താണെന്ന് തിരിച്ചറിയാത്തവരാണല്ലോ കേരളത്തിലെ ജനങ്ങൾ. എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചു പോലും. കള്ളത്തരങ്ങൾ മാത്രമല്ല, വാക്കുകൾ വളയ്ക്കാനും ഒടിക്കാനും വരെ ഇപ്പോഴേ പരിശീലനം നേടിക്കഴിഞ്ഞു. നാളെ ഒരു നവീൻ ബാബുവിനെയും ഡോക്ടർ ഹാരിസിനെയും കയ്യിൽ കിട്ടിയാൽ എങ്ങനെയിരിക്കും ഇവർ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി? ഈ പെൺകുട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ നീ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞല്ലോടി അസത്തെ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിക്കുന്ന അമ്മയുണ്ടാകില്ല. അവിടുത്തെ അമ്മമാർ അത്തരക്കാരല്ല. നീ നിൻ്റെ അച്ഛനെ ഓർത്തോടി എന്നും ചോദിക്കില്ല. മകൾ ചെയ്തതൊക്കെ നവമാധ്യമങ്ങളിൽ കണ്ട് ദുഃഖത്തോടെ ഇരിക്കുന്ന അച്ഛനുമായിരിക്കില്ല അത്. മകളെ ചുവന്ന ഹാരമിട്ട് സഖാക്കൾ എതിരേറ്റു കൊണ്ടുവരുന്ന രംഗം കണ്ട് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കുന്ന ധീരനായ ഒരു സഖാവ് ആയിരിക്കും. പാർട്ടിക്ക് വേണ്ടി അവൾ ചെയ്യുന്നതൊന്നും നെറുകേടിൻ്റെ പരിധിയിൽ വരില്ല. ഈ പെൺകുട്ടി ഭാരവാഹിയായി യൂണിയൻ ഭരണം നടത്തുമ്പോൾ അവിടെയുള്ള മറ്റു കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? 5 ക്യൂലക്സ് കൊതുകൾ ആഞ്ഞു വലിച്ചാൽ തീരാവുന്ന ചോര മാത്രം ശേഷിക്കുന്ന SFIയുടെ ഒരു പുതിയ നേതാവുണ്ട്, ആർഷോയുടെ പിൻഗാമി. എൻ്റെ പൊന്നെ, ഈ ചെറുപ്പക്കാരൻ എന്തിനാണ് ഇത്ര ക്ഷോഭിക്കുന്നതും അലറി വിളിക്കുന്നതും? അവൻ ശ്വാസകോശത്തിൻ്റെ ശക്തി മുഴുവൻ എടുത്ത് അലറി വിളിക്കുകയാണ്. അവൻ ഒരേ സമയം രാഹുൽ ഗാന്ധിയെ എതിരിടുന്നു, ലോക മുതലാളിത്തത്തെ ചേർക്കുന്നു, വർഗശത്രുക്കളെയും വൈസ് ചാൻസലറെയും ഗവർണറെയും സവർക്കറെയും സതീശനെയും എതിരിടുന്നു, രാഹുൽ മാങ്കൂട്ടത്തെ ചീത്ത വിളിക്കുന്നു. ഇവൻ്റെ കോശസ്ഥിതിക്ക് പറ്റിയ വിപ്ലവമല്ല ഇപ്പോൾ നടക്കുന്നതൊന്നും. ഈ നേതാവാണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ ഭാരവാഹികളെ ആശീർവദിച്ചുകൊണ്ട് പ്രസംഗിച്ചത്. ഈ ചുപ്രപതാക പിടിച്ചിരിക്കുന്ന എൻ്റെ ചകാക്കളുണ്ടല്ലോ, അവർ വിജയത്തിനു വേണ്ടി പോരടിച്ചിട്ട് വീട്ടിൽ പോവുകയായിരുന്നില്ല. ഇതാണെടോ പോരാട്ടം. തെരഞ്ഞെടുപ്പ് ജയിച്ചാലുടൻ നേതാക്കളുടെ പെട്ടി പിടിക്കാൻ പോകലല്ല ഞങ്ങളുടെ പണി. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ നിന്നിറങ്ങി തൊട്ടടുത്ത സമരവേദിയിലേക്ക് പോവുകയാണ്. ഇതിനും മാത്രം ചോര തീരാത്ത സമരം ചെയ്യാൻ എന്തിരിക്കുന്നു കുവേ ഈ കേരളത്തിൽ? SFIക്കാരനും DYFIക്കാരനും ഒന്നും നേതാക്കന്മാരുടെ പെട്ടി പിടിച്ചിട്ടില്ലെങ്കിലും നേതാക്കളുടെ കാറിൻ്റെ ഡോറ് തുറന്നു കൊടുത്ത് നേതാവായവരാണ് അധികവും. കോടിയേരിക്കും പിണറായിക്കും ഗോവിന്ദനും സ്വന്തം തൃക്കൈ കൊണ്ട് കാറിൻ്റെ ഡോറ് തുറക്കാൻ കഴിയാഞ്ഞത് ഭാഗ്യം. ഈ SFI നേതാവാണ് അന്ന് പറഞ്ഞത് ഞങ്ങളുടെ ചോര കൊണ്ടാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല പടുത്തുയർത്തിയതെന്ന്. ഏത് പമ്പിൽ ചെന്നാണ് ഈ ഷൂമാക്രികളൊക്കെ ദിവസവും ഇത്രമാത്രം ചോര അടിച്ചു കയറ്റുന്നത്? ചോര, പടുത്തുയർത്തൽ, വിപ്ലവം, ക്ലീഷയായ ഈ വർത്തമാനങ്ങളൊക്കെ ഒന്ന് നിർത്തുകുഞ്ഞേ.